ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ഭാവഗായകന്റെ സ്മരണകൾ ഉണർന്നു. വിട പറഞ്ഞ മലയാളിയുടെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സ്മരണയിൽ പെരിന്തൽമണ്ണയിലെ സാംസ്കാരിക കൂട്ടായ്മയാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പേരിൽ പരിപാടി ഒരുക്കിയത്. NP വിജയകൃഷ്ണൻ എഴുതിയ പി ജയചന്ദ്രന്റെ പുസ്തകവും പ്രകാശനം ചെയ്തു. പെരിന്തൽമണ്ണയിലെ പുരോഗമന കലാസാഹിത്യ സംഘം, വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ, സംസ്കാര എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പേരിൽ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപാസന ഉപാസന ഇതു ധന്യമാവതുപാസന. അതേ ജയചന്ദ്രനെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, അത് മോഹനാണ്. അതേ ജയേട്ടനെ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ പാടി കടത്തുവള്ളം യാത്രയായി. ഭാവങ്ങളെ യാത്രയായി യാത്രയായി മാത്രമായി. കെ സുധാകുമാരി അധ്യക്ഷത വഹിച്ചു. കലാനിരൂപകൻ ഡോക്ടർ NP വിജയകൃഷ്ണൻ ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. നൈസർഗികവും ജന്മായത്തവുമായ സംഗീത വാസനയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് അവസാനത്തെ പാട്ട് വരെ ജയചന്ദ്രൻ പാടി പോന്നത്. ജയചന്ദ്രൻ അടിസ്ഥാനപരമായി ഒരു കവിയാണ്. കവിത എഴുതാത്ത, എന്നാൽ കവിത്വം ഒരു അക്ഷയ ഖനിയായി ഉള്ളിൽ ഘനീഭവിച്ച് കിടക്കുന്ന ഒരു കാവ്യ വ്യക്തിത്വം. താൻ എഴുതിയ ഒരു കവിത കടലാസ് നോക്കി എപ്രകാരമാണ് ഒരു കവി അത് ഒരു കവിയരങ്ങിൽ ചൊല്ലുന്നത്, അതിന് സമാനമായി മറ്റൊരാൾ എഴുതിയ ചലച്ചിത്ര ഗാനമോ ഭക്തിഗാനമോ ലളിതഗാനമോ ആകട്ടെ, അതിനെ താൻ എഴുതിയ ഒരു കവിതയായി കണ്ട് പാടുന്ന ഒരു ശീലം ആയിരുന്നു ജയചന്ദ്രൻ്റേത്. NP വിജയകൃഷ്ണൻ രചിച്ച പി ജയചന്ദ്രൻ ഗാനങ്ങളുടെ പഠനഗ്രന്ഥമായ സ്വരസ്ഥാനം പാടുന്ന ജയചന്ദ്രൻ സംസാരിക്കുന്നു എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ V ശശികുമാർ പാലനാട് ദിവാകരന് പുസ്തകത്തിൻ്റെ പ്രതി നൽകിയാണ് പ്രകാശനം ചെയ്തത്. PS വിജയകുമാർ പുസ്തക പരിചയം നടത്തി. വേണുപാലൂർ, K കൃഷ്ണൻകുട്ടി, PM സാവിത്രി, KS ഹരിഹരൻ, പത്മലത, സജിത് പെരിന്തൽമണ്ണ, PG സാഗരൻ എന്നിവർ സംസാരിച്ചു. തുറന്നു നടന്ന ഗാനാഞ്ജലിയിൽ ജയചന്ദ്രൻ്റെ 20 ഗാനങ്ങൾ ആലപിച്ചു.